സ്ഥാനാർത്ഥി ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും പ്രഖ്യാപനം ഇന്ന് വൈകിട്ടോ ചൊവ്വാഴ്ച ഉണ്ടാകുമെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മണി എംപി. 13ാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പാലായിൽ മത്സരിക്കുമോ എന്ന പ്രഖ്യാപന സമയത്ത് വ്യക്തമാക്കും. കടുത്തുരുത്തി സീറ്റ് സംബന്ധിച്ച് തെറ്റായ വാർത്തകളാണ് വന്നത്. സിറ്റിംഗ് MLA മാർ മത്സരിക്കുന്ന കാര്യം മാത്രമാണ് തീരുമാനമായിട്ടുള്ളത്. കേരള കോൺഗ്രസിനെ UDF-ലെ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് വിളിച്ചതെന്നും ജോസ് കെ മണി പറഞ്ഞു. LDF ഭരണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അവസാനഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വൈകിട്ടല്ല, നാളെ രാവിലെ പ്രഖ്യാപിക്കും. 13ാമത്തെ സീറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് CPM അറിയിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ തീരുമാനമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 12 സീറ്റ് പഴയ സീറ്റുകൾ തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. പാലായിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കണമല്ലോ. പ്രഖ്യാപിക്കുമ്പോൾ അല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് അത് പാർട്ടി ഉചിതമായ തീരുമാനം എടുക്കും. ഈ കടുത്തുരുത്തി സീറ്റിൻ്റെ കാര്യത്തിലാണ് ഇന്നലെ പ്രഖ്യാപിക്കുന്നത് തീരുമാനിച്ചിട്ട് മാറ്റി അല്ല, നമ്മൾ കടുത്തുരുത്തി സീറ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ സീറ്റുകളെല്ലാം ഒരുമിച്ച് തന്നെ ചില തെറ്റായ വാർത്തകളാണ് വന്നത്. അല്ല, ആ പ്രതിസന്ധി അവർക്കുണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. ഇപ്പോഴും ആ വിളിയുണ്ടോ? എങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയിലേക്ക് പോയാൽ അവർ വിളിച്ചപ്പോൾ നമ്മളോട് മറ്റൊരു തരത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അതനുസരിച്ച് നമ്മൾ നോക്കും. വിജയസാധ്യത തന്നെയാണ്. അതെ, വിജയസാധ്യതയാണ്.